കോഴിക്കോട് വീണ്ടും റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കോഴിക്കോട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +1 വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. ആക്രമണത്തിനിരയായ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, കോഴിക്കോട് ജില്ലയിൽ പതിവായ ഇത്തരം സംഭവങ്ങൾ, റാഗിംഗ് പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇതെന്താണ് സംഭവിച്ചത്? വിദ്യാർത്ഥികൾക്കെതിരെ ഈ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിലെ ഈ റാഗിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ വളരെ ഗുരുതരമായി ആവർത്തിക്കുന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് തന്നെ നമുക്ക് ഈ അത്തോളയിൽ നടന്ന സംഭവത്തെയും വിശേഷിപ്പിക്കേണ്ടി വരും. കോഴിക്കോടാണ് ഈ സംഭവം ഉണ്ടായി. അനീഷ് സൂചിപ്പിച്ചതുപോലെ പതിവായി ഇതുപോലുള്ള റാഗിംഗ് പരാതികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം അടക്കം ഈ സ്കൂളുകളിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ +1 വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിനിരയാക്കിയത്. വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. റാഗിങ്ങിനെ തുടർന്നുള്ള മർദ്ദനമെന്നാണ് പരാതി. സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ, +2 വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം സ്കൂൾ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സംഭവം എല്ലാം മറച്ചുവെക്കാൻ പറ്റോ, ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഇതിപ്പോൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഈ പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 10ാം തീയതി അന്ന് ഈ ഒരു കോളേജിൽ സമരം നടന്ന ദിവസമാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. അന്ന് ഈ ജൂനിയർ വിദ്യാർത്ഥിയായ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പ്രവേശനം നേടി ആ ദിവസമാണ് ആ വിദ്യാർത്ഥി ആ സ്കൂളിലേക്ക് വന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയത്. അന്ന് 10ാം തീയതി ആ സ്കൂളിൽ സമരമായിരുന്നു. ഈ സമരം നടന്ന ശേഷം പുറത്ത് നിൽക്കുന്നതിനിടെയാണ് ഒരുപറ്റം സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ഈ കുട്ടിയെ കൈകാര്യം ചെയ്തത്. ഹയർ സെക്കൻഡറി ആ സ്കൂളിലെ +1 കൊമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഈ കുട്ടി. ഈ 10ാം തീയതിക്ക് മുമ്പായി ചില ഈ പുതുവർഷത്തിൽ, അല്ലെങ്കിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ച സമയത്ത് ഈ സ്കൂളിലേക്ക് പുതുതായി എത്തിയ ഈ കുട്ടിയെ സീനിയർ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യണം, പാട്ട് പാടണം എന്നിങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ചില റാഗിങ്ങിന് വിധേയമാക്കിയിരുന്നു. അതിനുശേഷം ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതോടുകൂടി നിന്നെ എടുത്തുകൊള്ളാം എന്ന് ഭീഷണി മുഴക്കി അവിടെ നിന്നും അയക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് 10ാം തീയതി ഈ സ്കൂളിൽ വെച്ച് ഈ കുട്ടിയെ ആക്രമിക്കുന്നതും സ്കൂളിൽ നിന്നും ബലമായി കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയ ശേഷം സമീപത്ത് തന്നെയുള്ളൊരു ഇടവഴിയിലേക്ക് കൊണ്ടുപോയി അവിടെ അടിച്ചു വീഴ്ത്തിയ ശേഷം പിന്നീട് ഷൂ ഇട്ട് തലയ്ക്കും വയറിനും ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം കുട്ടി വീട്ടിലേക്ക് പോയി. +1 വിദ്യാർത്ഥിയാണ്. വീട്ടിൽ പോയപ്പോൾ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതിനെ തുടർന്ന് പിന്നീട് അവിടുത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വീണ്ടും പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴും വീണ്ടും ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇന്ന് പൂർണ്ണമായും മൊഴി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസിന് പരാതി നൽകുന്നതിനൊപ്പം തന്നെ സ്കൂൾ പ്രിൻസിപ്പളിനും അത്തോളി പോലീസിനും ഒപ്പമാണ് ഈ കുട്ടി പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സ്കൂളിന് പുറത്തുവെച്ച് നടന്ന സംഭവം എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ കുട്ടി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആഭ്യന്തര റാഗിംഗ് വിരുദ്ധ സെല്ലുണ്ട്. ആ സെല്ലിന്റെ അന്വേഷണം ഈ സംഭവത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആരോപണ വിധേയരായ 2ാം വർഷത്തിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് അവർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ എടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. അത്തോളി പോലീസും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റാഗിങ്ങിന് വിധേയമായ വിദ്യാർത്ഥിയുടെ മൊഴി എടുത്ത ശേഷം മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.